أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട മലയാളം ഓഡിയോ കേൾക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കേട്ടത് ഞാൻ പറഞ്ഞതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിയായ അമലായി സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളും വീഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. അപ്പോൾ ഇന്നത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അതായത് കുൽ അവരോട് പറയൂ, എന്ത് അറഅയ്തും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്ത് ഇൻ അലക്കനി അല്ലാഹു വമൻ മഇയ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും എന്നെയും എൻ്റെ കൂടെ ഉള്ളവരെയും അലാക്ക്, അതായത് നശിച്ച്, അതായത് കൊല്ലപ്പെടാൻ മരിച്ചു പോകാൻ അനുവദിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഔറൈമന, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഞങ്ങളിലേക്ക് ചൊരിയുകയും ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ് എങ്കിലോ. ഇത് റെഫർ ചെയ്യുന്നത് അന്ന് ഖുറൈശികളും അന്നത്തെ മുശ്രിക്കുകളും സത്യനിഷേധികളുമായ ജനത മക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളെയും ജീവൻ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചത് നമുക്കൊക്കെ ചരിത്രത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓരോ പ്രാവശ്യവും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് റെഫർ ചെയ്യുന്നത് നമുക്ക് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേൽകാരെ കുറിച്ച് പറയുന്നുണ്ട്, ബാവു ബി ഗളബിൻ മിനല്ലാഹ്, അല്ലാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങിയവർ, ഗളബ് ഏറ്റുവാങ്ങിയവർ അവരെന്തായിരുന്നു, അല്ലാലിക ബിഅന്നോ യക്ഫുറൂന ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ അവർ കഫറാക്കിയിരുന്നത്, കളവാക്കിയിരുന്നത്. മാത്രമല്ല വയക്തുലൂന നബിയ്യിന ബിഗൈരിൽ ഹക്ക്, അവർ നബിമാരെ അവർ കൊന്നിരുന്നു ബിഗൈരിൽ ഹക്ക്, ഒരു കാരണമില്ലാണ്ട് നബിമാരെ കൊന്ന ഒരു ജനത ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകന്മാരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ഇവരെ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നത്, ഇനി നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ഒരുത്തനും ഒരു അണ്ണുമണി തൂക്കം മുന്നോട്ട് കാലം എടുത്ത് വെക്കാൻ പറ്റില്ല, ഒരു അപായവും ആർക്കും വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അതിലേക്കാണ് ഈ ആയത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പെർമിഷനോട് കൂടി മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്നെയോ എൻ്റെ കൂടെയുള്ളവരെ നിങ്ങൾക്ക് ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ പറ്റി എന്ന് വെക്കുക അള്ളാഹുവിൻ്റെ പെർമിഷനോടുകൂടി, അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് വെക്കുക. എന്ത് തന്നെയായാലും പോയിന്റ് ഈസ് ഫമൻ യുജീറുൽ കാഫിരീന, കാഫിറുകളെ യുജീർ എന്നല്ലെങ്കിൽ അറിയില്ല, രക്ഷപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ പറയില്ലേ അല്ലാഹു മജ്ർനി മിനന്നാർ, അല്ലാഹുവേ ഞങ്ങളെ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്കാണ് ഇവിടെ വരുന്നത്. ഫമൻ യുജീറുൽ കാഫിരീന, കാഫിരീങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരാണ് ഉള്ളത്? ഫമൻ യുജീറുൽ കാഫിരീന, ആരാണ് ഈ കാഫിറുകൾ രക്ഷപ്പെടുത്താനുള്ളത്? എന്തിൽ നിന്ന്? മിൻ അദാബിൻ അലീം, അതായത് അലീമായ ഒരു അദാബ്. അലീമിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വേദനാജനകം എന്നാണ്. അലീം പെയിൻഫുൾ ആയിട്ടുള്ളൊരു പനിഷ്മെൻറ്റ്, അലീമായ അദാബിൽ നിന്നും കാഫിറുകളെ രക്ഷപ്പെടുത്താൻ ആരാളുള്ളത്? അതായത് നിങ്ങൾക്ക് ഈ പ്രവാചകൻ്റെ കൂടെയുള്ളവരും ഉപദ്രവിക്കാൻ, കൊല്ലാൻ ഒക്കെ ചെയ്യാം, പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന അലീമായ അദാബിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല കൂട്ടരെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഡയറക്റ്റായിട്ട്, വളരെ ടു ദ പോയിൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അയക്കപ്പെട്ടിട്ടുള്ളത് ബഷീറൻ വ നദീറൻ, അതായത് ഗുഡ് ന്യൂസ് കൊടുത്തുകൊണ്ട്, അതായത് അള്ളാഹുവിൽ വഴിപ്പെട്ട് ജീവിച്ച് സത്യമാർഗത്തിലൂടെ നടക്കുകയും സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എന്നെന്നും നിലനിൽക്കുന്ന സന്തോഷകരമായ ഒരു ജീവിതം വരാനുണ്ട് എന്നും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്നവർക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കുഫ്ർ കാണിക്കുകയും ഷിർക്ക് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേദനാജനകമായ ഒരു ശിക്ഷ വരാനുണ്ട് എന്നുള്ള സന്ദേശവുമായിട്ടാണ് ഈ പ്രവാചകന്മാർ വരുന്നത്. ആ പ്രവാചകന്മാരെ ഉപദ്രവിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വരാൻ പോകുന്ന അദാബിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് വളരെ വളരെ കൃത്യമായിട്ട് ടു ദ പോയിൻ്റ് ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ മുൽക്കിൻ്റെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഉണ്ടാവട്ടെ. നമ്മളിൽ നിന്നും നമ്മളെ മക്കളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫ്റും ഷിർക്കും വന്ന് പെട്ടുപോകുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ശൈത്താനിയത്തിൻ്റെ ഷറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അന്ത്യനാൾ വരെ വരുന്ന നമ്മുടെ ജനറേഷൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിൻ്റെ വെളിച്ചത്തിൽ നിലനിർത്തി കൊണ്ടുപോകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.